നരേന്ദ്രമോദി, അമിത്ഷാ എന്ന വ്യക്തികൾക്ക് ഈ രാജ്യത്തോട് എന്ത് സ്നേഹമാണുള്ളത്? സ്വന്തം രാജ്യത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഈ രാജ്യത്തെ വിഭജിക്കാൻ പറ്റുക? എത്രയോ സാധാരണ മനുഷ്യർ ഈ തെരുവുകളിലുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നവര്. അവരുടെ മുന്നേ വന്ന് നിന്ന് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല. രാജ്യത്ത് സ്നേഹമുണ്ടെങ്കിൽ, രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി രാജ്യത്തെ പുതിയ തലമുറയ്ക്ക് എന്ത് ഭാവി, എന്ത് പ്രതീക്ഷയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന പുതിയ തലമുറയ്ക്കുള്ളത്? അവർക്ക് എന്ത് തൊഴിലാണുള്ളത്? കുറച്ചു നാളുടെ കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നത്. കുറച്ചു നാളുടെ കഴിയുമ്പം എന്താണ് സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിക്കാൻ പോവുക? ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരു ഘട്ടത്തിൽ ആരാധനയോടുകൂടി കണ്ടിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ എന്താണ്? ഇവരാലോചിക്കുന്നുണ്ടോ? ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു വിവേചനം അവർ കൊണ്ടുവരുമ്പോൾ നാളെ മുതൽ വിദേശ രാജ്യങ്ങൾ, ഒരുപക്ഷെ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ ഭൂരിപക്ഷമായിട്ടുള്ള വിദേശ രാജ്യങ്ങൾ നാളെ മുതൽ പറയുകയാണ്, ഇവിടെ മതത്തിന്റെ പേരിൽ മാത്രം ആളുകൾ ജോലി ചെയ്യാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ കൂടെയുള്ള ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ഹിന്ദുക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഒരിക്കലും അവരെ അല്ല BJP പ്രതിനിധാനം ചെയ്യുന്നതെന്ന്, അവരെ അല്ല RSS പ്രതിനിധാനം ചെയ്യുന്നതെന്ന്. നാളെ ഗൾഫ് രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ വരണ്ട എന്ന് പറഞ്ഞാൽ ഈ വീടുകളിലെ അവസ്ഥ എന്താവും? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അവസ്ഥ എന്താവും? ഹിന്ദുയിസം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനുമൊക്കെ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്ത വലിയ മാതൃകയുണ്ട്. അത് അമിത്ഷായും മോദിയും പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയമല്ല. ഇത് തമ്മിൽ യാതൊരു സാമ്യവുമല്ല. ഭൂരിപക്ഷത്തിൽ പെടുന്ന ധാരാളം ഹിന്ദുക്കൾ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ് ഇവര് ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതും അധികാരം കിട്ടാനുള്ള, വോട്ട് നേടാനുള്ള ഇവരുടെ കള്ളക്കളി മാത്രം. ഇവിടെ വേറെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ അപകടം മനസ്സിലാക്കണം. നമ്മൾ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഫാഷിസം എന്ന് പറയുമ്പോൾ സാംസ്കാരിക ഫാഷിസം മാത്രമല്ല, സാമ്പത്തിക ഫാഷിസം രാജ്യം മുഴുവൻ കുറെ പേർക്ക് എഴുതി വിൽക്കുകയാണ് മോദിയുടെ കൂട്ടുകാർക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കൂട്ടായ്മകളിൽ അത്തരം വിഷയങ്ങൾ വരണം. ഈ രാജ്യത്തെ യുവാക്കൾ ഇന്ന് പൗരത്വ നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയ പോലെ ചോദിക്കണം, ഞങ്ങൾക്ക് തൊഴിലെവിടെ? ഞങ്ങളുടെ രാജ്യം നിങ്ങൾ എന്തിനു നശിപ്പിക്കുന്നു? ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവണം. ഇവിടെയുള്ള മുഴുവൻ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഹിന്ദുക്കളും മനസ്സിലാക്കണം, അവരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല BJP. ഒരു വരേണ്യ ബ്രാഹ്മണ്യ വർഗത്തിന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ദളിതരെയും ആദിവാസികളെയും സ്ത്രീകളെയും സാധാരണ മനുഷ്യരെയും എല്ലാം നിഷ്കരുണം പുറന്തള്ളുന്ന ഒരു വരേണ്യ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത്. അതാണ് ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. അവരുടെ പ്രശ്നം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. ഈ രാജ്യത്തിന്റെ ഐക്യം എന്താണെന്ന് അവർക്കറിയില്ല. ഈ രാജ്യത്തിന്റെ ഐക്യത്തെപ്പറ്റി അവർക്ക് യാതൊരു ചിന്തയുമില്ല. ഈ രാജ്യത്തിന്റെ വ്യത്യസ്തത എന്താണെന്ന് അറിയില്ല. ഇന്ത്യ എന്താണെന്ന് അവർക്കറിയില്ല. നമ്മുടെ ഇന്ത്യ അല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ. അത് മനസ്സിലാക്കണം. അത് ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന ഹിന്ദുക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ പെൺകുട്ടികൾ, ഏറ്റവും സന്തോഷം തരുന്നത് പെൺകുട്ടികൾ. മുമ്പ് ഇപ്പൊ തിരുവനന്തപുരത്തും ഷഹീൻ ബാഗിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമരം തുടങ്ങിയിട്ടുണ്ട്. പെൺകുട്ടികളെ അവരുടെ ശക്തി തിരിച്ചറിഞ്ഞ് പെൺകുട്ടികളോട് ധാരാളം നീതി നിഷേധം നമ്മൾ കാട്ടിയിട്ടുണ്ട്. പെൺകുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. പറ്റുന്നിടത്തോളം വിദ്യാഭ്യാസം ചെയ്യിക്കണം. സ്വതന്ത്രരായി നിൽക്കാൻ അവരെ പ്രാപ്തരാക്കണം. ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചുവിട്ട് കുട്ടികളെ പ്രസവിക്കാൻ മാത്രമുള്ള ഉപകരണമല്ല പെൺകുട്ടികൾ. അത് ഓരോ അമ്മയും ഇവിടെ ഇരിക്കുന്ന മനസ്സിലാക്കണം, ഓരോ അച്ഛനും മനസ്സിലാക്കണം, ഓരോ സഹോദരനും മനസ്സിലാക്കണം, ഓരോ പെൺകുട്ടിയും മനസ്സിലാക്കണം, തിരിച്ചറിയണം. അതും കൂടി തിരിച്ചറിയാനുള്ള ഒരു അവസരമാണ് ഈ പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട്, എല്ലാ വിധത്തിലും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, ഒന്നിനെയും ഭയപ്പെടാതെ, ഒരിക്കലും ഭയപ്പെടാതെ ഇന്ത്യക്കാരായിട്ട് ഇവിടെ ജീവിക്കും. ഇന്ത്യക്കാരായിട്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ തടയാനും എതിർക്കാനും നമ്മെ ഇല്ലാതാക്കാനും നമ്മുടെ അഖണ്ഡത തകർക്കാനും ആർക്കും സാധിക്കില്ല. ആ വിശ്വാസം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി തിരിച്ചു പോകുമ്പോൾ ഒരു ദൃഢപ്രതിജ്ഞ, ദൃഢനിശ്ചയം മനസ്സിലുണ്ടാവണം. ഞങ്ങൾ തീർത്തും ജനാധിപത്യ മതേതരവാദികളായി അവസാന ശ്വാസം വരെ ജീവിക്കും എന്നൊരു പ്രതിജ്ഞ എടുത്ത് വേണം തിരിച്ചു പോകാൻ. കുട്ടികളെ മതേതരവാദികളായി വളർത്തണം.
കുട്ടികളെ മതം പഠിപ്പിക്കുന്നത് പോലെ ഭാരതത്തിന്റെ ഭരണഘടന എന്താണ്, ഭാരതം എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടില്ലാത്തവർ ഇന്ന് പോയി വായിക്കണം. കുട്ടികളെ കൊണ്ടത് വായിപ്പിക്കണം. ഓരോ നിമിഷവും നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് വേണം. എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഒരുമിച്ചാണ്. എനിക്ക് ഭയപ്പെടേണ്ട, എന്ത് വന്നാലും നേരിടാൻ ഞങ്ങൾ ഒരുമിച്ചുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. മനസ്സിൽ എന്ത് ആശങ്കയോടുകൂടി ഇങ്ങോട്ട് വന്നോ അതൊക്കെ മാറ്റി ആത്മവിശ്വാസത്തോടുകൂടി, ധൈര്യത്തോടുകൂടി നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് തുരത്തി ഓടിച്ച ഇന്ത്യക്കാരുടെ ധാർമ്മിക ശക്തിക്ക് മുൻപിൽ നരേന്ദ്രമോദിയും അമിത്ഷായും പരാജയപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി വേണം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. ഈ പോരാട്ടം തുടരണം, ഓരോ നിമിഷവും തുടരണം. നമ്മുടെ ശ്വാസത്തിലും അതുണ്ടാവണം, നമ്മുടെ ഓരോ ചിന്തയിലും അതുണ്ടാവണം, നമ്മുടെ ഓരോ അണുവിലും ശരീരത്തിൽ അതുണ്ടാവണം. ആ പോരാട്ട വീര്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, ശക്തിയോടുകൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് മുൻപോട്ട് പോകും. പിന്നെ നമ്മുടെ രാജ്യം ഇവിടെ ഉണ്ടാവും, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം ഇവിടെ ഉണ്ടാകും, ഇവിടെ ജനാധിപത്യം ഉണ്ടാവും, നിലനിൽക്കും, മതേതരത്വം നിലനിൽക്കും, നമ്മുടെ ഭരണഘടന നിലനിൽക്കും. അവസാനം ഇതിന്റെ എല്ലാറ്റിന്റെയും മുൻപിൽ അടിപതറുന്ന, തോറ്റു തുന്നം പാടുന്ന അമിത്ഷായെയും മോദിയെയും RSSനെയും കാണാൻ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാകും. അതിന് നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയും എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി, മനുഷ്യരായി സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരോടും നിറഞ്ഞ സ്നേഹത്തോടെ മതേതര ജനാധിപത്യ വിശ്വാസികളായി നമ്മൾക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കഴിയാൻ സാധിക്കും. ആ പാരമ്പര്യം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്കും പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും.